സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഉണ്ടായ ഒരു സംഘർഷാന്തരീക്ഷം അത് ഏതാണ്ടില്ലാതായിരിക്കുന്നു എന്ന് പറയാം. ഒരു വെടിനിർത്തൽ കരാർ ഇന്ത്യക്കും പാകിസ്ഥാനിലും ഇടയിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ആയുസ് എത്ര, അത് ഏത് വിധത്തിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതൊന്നും ഇപ്പോൾ തൽക്കാലം പറയാൻ സാധ്യമല്ല. പക്ഷേ എന്താണെങ്കിലും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് അതിർത്തികൾ കുറെ കൂടെ പിന്നാക്കം പോയിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലവിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സമാധാനാന്തരീക്ഷ സൃഷ്ടിയെക്കുറിച്ച് പലതരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അദ്ദേഹം മധ്യസ്ഥത വഹിച്ചിട്ടാണ് ഈ സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതിന് അദ്ദേഹം കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നലെ പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ സംഘർഷാന്തരീക്ഷം ഇല്ലാതാകണം എന്ന് രണ്ട് രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. അതിന് രണ്ട് രാജ്യങ്ങളും വഴങ്ങുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന ഡയറക്ടർ ജനറൽമാർ, അവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിലാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇന്ത്യ നൽകുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വന്നത്, അതിൻ്റെ തുടർച്ച എന്തൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിലുള്ള ഭീഷണിക്കും, ഇനിയിപ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയാൽ പോലും നമ്മൾ വഴങ്ങില്ല, അല്ലെങ്കിൽ അതിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇതിന് പാരലായി വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ചുമതലയേറ്റതിന് ശേഷം ആരംഭിച്ച വ്യാപാര യുദ്ധം, അതിനും ഒരു വെടിനിർത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പ്രഖ്യാപിച്ച വലിയ തീരുവകളിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും പിന്നാക്കം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതും ഈ പറയുന്ന ഇന്ത്യ പാക് സംഘർഷവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സന്ദേഹവും അവിടെ നിലനിൽക്കുന്നു. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയാണ്, വിദേശകാര്യ വിദഗ്ധനാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ആദ്യം ഈ സംഘർഷ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അയവ് വന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. എങ്ങനെയാണ് വിചാരിക്കുന്നത് ഈ ഒരു അവസ്ഥ? അത് പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തിരിച്ചടി അത് താങ്ങാൻ കഴിയാതെ വരികയും പാകിസ്ഥാൻ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് വരികയും ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുകയും അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തതാണോ? അതുകൊണ്ടുണ്ടായി വെടിനിർത്തൽ അത് ലോങ് സ്റ്റാൻഡിങ് ആയൊരു വെടിനിർത്തലായിട്ട് നമുക്ക് കണക്കാക്കാമോ? എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇന്ത്യയെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ഭീതി ഉയർത്തിയ സംഘർഷങ്ങൾ താൽക്കാലികമായി അവസാനിച്ചു. അത് നമുക്കെല്ലാവർക്കും ആശ്വാസം നൽകുന്ന കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എവിടെ നിൽക്കുന്നു, പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു, രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. നിരവധി ദിവസങ്ങളിൽ തുടർച്ചയായി ഇന്ത്യക്കെതിരായ ഒരു യുദ്ധം നടത്താനുള്ള ശേഷി ഇല്ലാത്ത രാജ്യമാണ് പല കാരണങ്ങളാൽ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ അവരൊരു സാഹസത്തിന് മുതിർന്നാൽ, യുദ്ധം തുടങ്ങുക എന്ന സാഹസത്തിന് മുതിർന്നാൽ അവർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അത് വലിയ നാണക്കേടിന് ആ രാജ്യത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവിടുത്തെ നമ്മളെല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവിടുത്തെ സേനാധിപനായിട്ടുള്ള ജനറൽ അസിം മുനീറിന്റെ ഒരു വളരെ അഡ്വഞ്ചറസ് എന്ന്, സാഹസമെന്നോ ആത്മഹത്യാപരമെന്നോ ഒക്കെ പറയാവുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത് എന്ന് നമുക്കറിയാം. ആ പഹൽഗാം ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന്റെ നിഷ്ഠൂരത, അതിന്റെ മനുഷ്യത്വരാഹിത്യം, അതിന്റെ നമ്മുടെ ഇടയിൽ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ച ഭിന്നിപ്പിക്കലിന്റെ തന്ത്രം,
ഇവയെല്ലാം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായ അതിശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിൽ പോലും അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ ആക്രമണം നടത്തിയത്. അതിന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒന്ന്, ഇന്ത്യയിലും കാശ്മീരിലെ സമാധാനത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് ടൂറിസം ശക്തമാകുന്നു. അതുകൊണ്ട് അതിലൂടെ ടൂറിസം ശക്തമാകുമ്പോൾ കാശ്മീരിലെ യുവാക്കൾ അതിൻ്റെ ഗുണം അനുഭവിക്കുകയും അവർ ഭീകരത പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറുകയും ചെയ്താൽ ഭീകരതയ്ക്ക് ഇടമില്ലാത്ത ഇടമായി കാശ്മീർ മാറും എന്ന് മാത്രമല്ല, സമാധാനം കാശ്മീർ തിരിച്ചു വന്നിരിക്കുന്നു എന്നൊരു സന്ദേശം ലോകത്തൊട്ടാകെ പോകുന്നതിന് സാധ്യമാകും. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക, ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഈ വളരെ നിഷ്ഠൂരമായി വിനോദസഞ്ചാരികളായിട്ട് വന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ മതം നോക്കി അവരെ വധിച്ചതിലൂടെ ഇന്ത്യയിൽ മതഭിന്നത ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കുക എന്ന രണ്ടാമത്തെ ലക്ഷ്യം. ഇത് രണ്ടും വാസ്തവത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ന് പാകിസ്ഥാനിലെ സംഭവത്തിന്, കാശ്മീരിലെ സംഭവത്തിന് ശേഷം കാശ്മീരി ജനത എല്ലാ വ്യത്യസ്തതകളും മറന്നുകൊണ്ട് ഇതിനെതിരായി ഒന്നായി വന്നതിലൂടെ അവർ തെളിയിച്ചു. 2, നമ്മൾ നടത്തിയ തിരിച്ചടിയിലൂടെ ഇതിന് എന്താണ് പറയുന്നത്, നമ്മൾ ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെയും ജനങ്ങൾ കാശ്മീരിന്റെ കൂടെ ഇന്ത്യയുടെ കൂടെയാണ് തെളിയിക്കുന്നതിലൂടെയും ഈ 2 ആർഗ്യുമെന്റുകളെയും തളഞ്ഞു. ഇനി യുദ്ധത്തിലേക്ക്, സംഘർഷത്തിലേക്ക് പോകാം. നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനിലൂടെയാണ് സംഘർഷത്തിലേക്ക് പോയത്. അത് അന്തർദേശീയ സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ ഇരകളാണ്, ഈ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തിന്റെ ഇരകളാണ്. ഏതാണ്ട് 3 ദശകത്തിലേറെയായി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ പാകിസ്ഥാൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഭീകരാക്രമണമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായി അതിനെതിരെ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളത് ലോക സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി. നമ്മുടെ സേനയെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, രാഷ്ട്രീയ നേതൃത്വം അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി, രാജ്യമൊന്നാകെ അതിനുള്ള പിന്തുണ സർക്കാരിന് കൊടുത്തു. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷൻ മെയ് മാസം 7-ാം തീയതി ആരംഭിച്ചത്. ആ മെയ് മാസം 7-ാം തീയതി ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവരാദ്യം തന്നെ അയച്ചു കഴിഞ്ഞ ഡ്രോണുകളെയും മിസൈലുകളെയും നിർവീര്യമാക്കുകയും അവരുടെ ഫൈറ്റർ വിമാനങ്ങളെ വരെ വെടിവെച്ചിടുന്ന തരത്തിലേക്ക് ഇന്ത്യ വിജയിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഏതാണ്ട് 3 ദിവസം ആയപ്പോൾ തന്നെ അവർക്ക്, പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാം അവർക്ക് ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവരൊരു സിംബോളിക്കായിട്ട്, അതായത് ഞങ്ങളെ ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻ ജനതയെ കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്രമണം മാത്രമാണ്. കാരണം നമ്മള് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു, ഇത്തവണ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, ഈ ആക്രമണം നടത്തിയവരെ മാത്രമല്ല അതിനെ പിന്തുണച്ചവരെയും ഞങ്ങൾ ഏത് മാളത്തിലൊടിച്ചാലും കണ്ടുപിടിച്ച് ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ചെയ്തു. നമ്മൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലേക്ക് കടന്നു കയറി, പ്രത്യേകിച്ച് പഞ്ചാബിൽ കടന്നു കയറി പ്രധാനപ്പെട്ട ഭീകരവാദ താവളങ്ങളെയും കേന്ദ്രങ്ങളെയും പരിശീലന കേന്ദ്രങ്ങളെയും ആക്രമിച്ചുകൊണ്ട് ഭീകരന്മാരെ കൊല്ലുന്നതിലേക്ക് വരെ നമ്മൾ നടത്തി. 21 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് 9 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി, വലിയ നാശനഷ്ടം വരുത്തി. അവർ തിരിച്ചടിച്ചു. ആ തിരിച്ചടികളെല്ലാം ഫലപ്രദമായി തടഞ്ഞു. 3-ാമത്തെ ദിവസം വലിയ തിരിച്ചടിക്ക് ശ്രമിച്ചപ്പോൾ നമ്മൾ അതിശക്തമായ തിരിച്ചടി അവരുടെ ലാഹോറിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും, അതായത് അവരുടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് നമ്മൾ യുദ്ധം തൽക്കാലത്തേക്ക് വിരാമിട്ടത്. അങ്ങനെ തൽക്കാലം വിരാമിട്ടത് നമുക്കറിയാം എങ്ങനെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ത്യ ആരോടും ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേയില്ല. ഇതുവരെ ആവശ്യപ്പെട്ടില്ല. പിന്നെ എങ്ങനെ യുദ്ധം അവസാനിച്ചു? യുദ്ധം അവസാനിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ ആ രാജ്യം ഇല്ലാതെയാകും. അത്തരത്തിൽ, അതായത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇല്ലാതെ വളരെ ദുർബലമായി നിൽക്കുന്ന രാജ്യത്തിന് യുദ്ധവുമായിട്ട് മുന്നോട്ടാൻ കഴിയുന്നത്. നമുക്കറിയാം, ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വിന്യസിച്ചിരുന്ന പട്ടാളക്കാരെ പിൻവലിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവിടുത്തെ പട്ടാളത്തെ വിന്യസിച്ചപ്പോൾ ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ സംഘർഷം നടത്തുകയും തലസ്ഥാനം പിടിച്ചെടുത്ത് അവരവരുടെ കൊടിനാട്ടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകും എന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇമ്രാൻഖാന്റെ അനുയായികൾ ഇമ്രാൻഖാനെ ഉടൻ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി സമരങ്ങൾ ആരംഭിച്ചു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സംഘർഷം ആരംഭിച്ചു. അപ്പൊ ആ തരത്തിൽ
സമ്പൂർണമായ അരാജകത്വം ഈ പാകിസ്ഥാനിലേക്ക് നിലവിൽ വരുന്ന സ്ഥിതി വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ IMF നിന്നും പിന്നെ $1 ബില്യൺ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ തീരുമാനമെടുക്കുന്ന ഘട്ടം വന്നത്. അവിടെ നമുക്കറിയാം അമേരിക്കയ്ക്ക് 18% ഷെയറാണ് ഈ IMF ഉള്ളത്. അവിടെ അവർ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്നൊക്കെയുള്ള ഉപാധികൾ വെച്ചിട്ടുണ്ടാകും. എന്തായാലും അമേരിക്കയെയും സൗദി അറേബ്യയും പാകിസ്ഥാൻ സമീപിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആയിരിക്കണം തീർച്ചയായിട്ടും ഈ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് വന്നത്. അതിന്റെ കാരണം ഞാൻ പറയുന്നത്, സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പില്ലാതെ ഇന്ത്യയിൽ വന്നു. അതിന് തൊട്ടു മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടാണെങ്കിലും വന്നു. ഇവർ രണ്ടുപേരും വന്നത് തീർച്ചയായിട്ടും ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം. എന്ന് മാത്രമല്ല, സൗദി അറേബ്യയിലേക്ക് നാളെ മുതൽ, അതായത് മെയ് മാസം 13 മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരാനിരിക്കുകയാണ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരുപാട് എഗ്രിമെന്റുകൾ സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ ആയിട്ട് ഒപ്പിടും. അതുകൊണ്ട് സൗദി അറേബ്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ യുദ്ധം അവസാനിക്കാനുള്ള കളമൊരുങ്ങിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലെ അത് ഒരുപക്ഷെ നമ്മൾ വിശദമായി സംസാരിക്കേണ്ടി വരാം. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യുദ്ധം തുടങ്ങിയപ്പോൾ നമുക്കറിയാം ആരുണ്ട് ഇവിടെ? JD വാൻസ് ഉണ്ട്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. നമ്മുടെ പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ ഇവിടെ ഉണ്ട്. എന്നാൽ ആ നിമിഷങ്ങളിലൊന്നും ഇതൊരു യുദ്ധത്തിലേക്കോ സംഘർഷത്തിലേക്കോ പോകുന്നത് തടയണം എന്നുള്ള തരത്തിലുള്ള ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയില്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ എയർഫോഴ്സ് 1 ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം സംഘർഷം നടക്കുകയാണല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും 1500 വർഷത്തിലേറെയായി സംഘർഷത്തിലാണ്. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും രൂപം കൊണ്ടിട്ട് തന്നെ 78 വർഷമായിട്ടുള്ളൂ. 1500 വർഷത്തെ ചരിത്രവും പഴക്കമൊന്നും ഇല്ല. അവർ ചരിത്രബോധമില്ലാത്ത, യാതൊരു വിഷയത്തെ സംബന്ധിച്ചും കൃത്യമായ ധാരണയില്ലാത്ത ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, അദ്ദേഹം രണ്ടാമത് പറഞ്ഞു, ഇത് അവർ തമ്മിൽ പരിഹരിച്ചോളും, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പ്രസിഡന്റ്. അതുപോലെ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്, ഉഷ വാൻസ്. അങ്ങനെയുള്ള ഒരു JD വാൻസിന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അവർ തമ്മിൽ പരിഹരിച്ചോളും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞു, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് 2 ദിവസം മുമ്പ് വരെ there is no business for us to do engage in this crisis എന്ന് പറഞ്ഞു മാർക്കോ റൂബിയോ. എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എന്താ ഉണ്ടായതിന്റെ കാരണം, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ പാകിസ്ഥാന് വേണ്ടി അമേരിക്കയുടെ മധ്യസ്ഥം, അമേരിക്ക ഇടപെട്ട് ഈ പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ DGMOയെ ബന്ധപ്പെടുകയും സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ ഈ സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യം വന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇപ്പം US പ്രസിഡന്റ് വന്നിട്ട് ഇത് ഞാൻ ബ്രോക്കർ ചെയ്ത ഡീലാണ് എന്ന് ആദ്യം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയോ പാകിസ്ഥാനോ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ ഞാൻ ഇടപെട്ടിരിക്കുന്നു, അതിപ്പോൾ വെടിനിർത്തലിലേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ തൊട്ട് പുറകെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വന്നിട്ട് ഇത് പ്രഖ്യാപിക്കുന്നു, പാകിസ്ഥാനും അത് പറയുന്നു. അതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പറയുന്നു, ഈ എന്താ പറയുക, ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ട് ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ട് അമേരിക്കയ്ക്ക്, അതൊക്കെ സുഖമായിട്ട് തുടർന്ന് പോകണമെങ്കിൽ നിങ്ങൾ ഇരുപക്ഷവും സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു, അത് അവർ അംഗീകരിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ ഇതിലൊരു നെഗേഷൻ ഇല്ല, അതായത് ഇങ്ങനൊരു ഇടപെടലില്ല എന്ന് ഇന്ത്യ പറയുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നില്ല. ഞങ്ങൾ 2 രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽമാർ പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം വെടിനിർത്താൻ തീരുമാനിച്ചതാണ്, അല്ലാതെ മറ്റിടപെടലുകളൊന്നുമില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ നമുക്ക് ട്രംപിനെ കുറിച്ച് കുറച്ച് വിശദമായി പറയേണ്ടി വരും. കാരണം ട്രംപ്, ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ട്രംപ് ഒരു 8 മമ്മൂഞ്ഞ, ഒരു മെഗലോമാനിയക് ആയിട്ടുള്ള, ഞാനാണ് ഈ ലോകത്തെ ഇപ്പം നിയന്ത്രിക്കുന്നത്, എല്ലായിടങ്ങളിലും ഞാൻ ഇടപെട്ടാലേ കാര്യങ്ങൾ ശരിയാകും എന്ന് ചിന്തിക്കുകയും, തിയററ്റിക്കലി പറഞ്ഞാൽ ഒരു സാമ്രാജ്യത്വ മനോഭാവം ഉള്ളിൽ പേറുന്ന വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അമേരിക്കൻ ഭരണഘടന
പിന്നെ ഉണ്ടെങ്കിലും 2 തവണ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം പറയാണ് ഞാൻ 3ാമതും പിന്നെ പ്രസിഡന്റ് ആവാനായിട്ട് ശ്രമിക്കും. പിന്നെ ഞാൻ പിന്നെ ഈ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വ മനോഭാവ ചിന്താഗതി നമ്മൾ കണ്ടതാണ്. കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആക്കും, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും, പനാമ പിടിച്ചെടുക്കും, പിന്നെ ഗാസയെ ഞങ്ങൾ വിജ്ഞാന കേന്ദ്രമാക്കും എന്നൊക്കെ പറഞ്ഞ ആൾ ഇദ്ദേഹം എന്ത് പറഞ്ഞുകൊണ്ടാണ് വന്നത്? ഞാൻ യൂണിഫയർ ആണ്, പെസിഫയർ ആണ്, ഞാൻ ലോകത്തെ ഒരുമിപ്പിക്കും, ഞാൻ ലോകത്ത് സമാധാനം കൊണ്ടുവരും, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കും, ഞാൻ 24 മണിക്കൂർ കൊണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു ഇടക്കാല കരാറിന്റെ സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീനിൽ, റഷ്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ഇനി സമാധാനം ഉണ്ടാക്കാൻ പുടിൻ തന്നെ നേതൃത്വമെടുത്ത് പിന്നെ സമ്മേളനം ഒരു ഡയറക്റ്റ് ഉണ്ടാക്കി സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അത് പോട്ടെ. അപ്പൊ അതാണ് ട്രംപിന്റെ. ബട്ട് അങ്ങനെയുള്ള ഒരാളാണ് ട്രംപ്. അന്ന് മാത്രമല്ല അദ്ദേഹം തമാശയാണെങ്കിൽ പോലും ഈ ഇടയ്ക്ക് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ പോപ്പ് വരെ ആകാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോകത്തിന്റെ സർവ്വ മേഖലകളിലും എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എനിക്കതിനുള്ള ശേഷിയുണ്ട് എന്ന് വീമ്പടിക്കുന്ന എന്നാൽ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അത് സാധാരണഗതി നമുക്കറിയാം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്ത് എവിടെ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ലോക വ്യവസ്ഥയിൽ, ആഗോള വ്യവസ്ഥയിൽ, ആഗോള ക്രമത്തിൽ ആരൊക്കെയാണോ നേതൃത്വം വഹിക്കുന്നത് അവര് ആ ലോക സംഘർഷമായി വളരാതിരിക്കാൻ ഇടപെടാറുണ്ട്, എല്ലായ്പ്പോഴും ഇടപെടാറുണ്ട്. അങ്ങനെ നമുക്കറിയാം. നമ്മുടെ കാര്യത്തിൽ തന്നെ നോക്കൂ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ നമുക്കറിയാം അന്ന് ഇടപെട്ടത് റഷ്യയും അമേരിക്കയും ഇടപെട്ടു ആ യുദ്ധം അവസാനിപ്പിക്കാൻ. എന്ന് മാത്രമല്ല 1966 നമ്മൾ താഷ്കന്റ് കരാർ ഒപ്പിട്ടുകൊണ്ട് താഷ്കന്റ് അന്നത്തെ റഷ്യയിലെ താഷ്കന്റ് വെച്ച് അന്ന് അലക്സി കൊസിജിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അയൂബ് ഖാനും ഇന്ത്യയുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഒപ്പിട്ടതാണ് ആ കരാർ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമം നടത്താറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇടപെടുന്നതൊന്നും അവരെ പൊട്ടിഘോഷിക്കാറില്ല. അവരുടനെ പത്രത്തിൽ പോയി ഇത് ഞാൻ ചെയ്തതാണ് എന്ന്, നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എട്ടുകാലി മമ്മൂജിനെ പോലെ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധി നേടാറില്ല. അതൊരു സൈലന്റ് ഡിപ്ലോമസിയാണ്. ആ സൈലന്റ് ഡിപ്ലോമസിയിൽ ആർക്കും ഡാമേജ് വരുത്തില്ല. അതാണ് ഒരു കാര്യം. അത് ഒന്ന്. 1971 യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പോലും അമേരിക്കയുടെ റഷ്യയുടെ പങ്കുണ്ടായിട്ടുണ്ട്. പക്ഷേ 65 പോലെ പങ്കുണ്ടായിരുന്നില്ല. റഷ്യ നമ്മളെ സഹായിച്ചു, അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചു. എങ്കിൽ പോലും ഈ സിംല കരാർ ഒപ്പിടുന്നതിൽ ഈ റഷ്യയുടെയൊക്കെ സഹായം ഇടപെടലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധം നടന്നു. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ കാർഗിൽ യുദ്ധം അവസാനിപ്പിക്കണം പാകിസ്ഥാന്റെ ഭാഗത്ത് പർവേസ് മുഷറഫിന് അതിശക്തമായ സന്ദേശമാണ് അന്നത്തെ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ കൊടുത്തത്. ആ ബിൽ ക്ലിന്റന് ഓടിപ്പോയി പത്രത്തിൽ പോയി ഞാൻ ഇടപെട്ടുകൊണ്ടാണ് അവസാനിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരസ്യ പ്രസ്താവന നടത്തിയില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് ലോകത്തൊട്ടാകെ നടക്കുന്നതാണ്. അങ്ങനെ ഒട്ടാകെ നടക്കുന്ന കാര്യം ഇത് ഞാനാണ് അവസാനിപ്പിച്ചത് എന്ന് ഇതിലൂടെ വലിയ ഛേദം വാസ്തവത്തിൽ ട്രംപ് നമുക്ക് വരുത്തി. എന്തൊക്കെ ഛേദമാണ് വരുത്തിയിരിക്കുന്നത്? ട്രംപിനെ പോലെയുള്ള വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്താണ്? ട്രംപിനെ പോലുള്ള ആള് വളരെ സൈലന്റായി പാകിസ്ഥാൻ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അദ്ദേഹമാണ് ഈ പാകിസ്ഥാനുള്ള സാമ്പത്തിക സൈനിക സഹായം നിർത്തലാക്കാൻ 1ാം ട്രംപ് ഭരണകാലത്ത് തീരുമാനിച്ചത്. ഇനി പാകിസ്ഥാൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? പാകിസ്ഥാൻ ഭീകരതയുടെ തലസ്ഥാനമാണ് എന്ന് പറഞ്ഞയാളാണ്. റൈറ്റ്? അങ്ങനെ പറഞ്ഞ ആൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹം പേരിട്ട് തന്നെ പറയുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിന് ഞാൻ എതിരാണ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ തലസ്ഥാനവുമായിട്ടുള്ള പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ സുഹൃത്താണ് ഏഷ്യയിൽ. അങ്ങനെ തന്ത്രപരമായ സുഹൃത്തായിട്ടുള്ള ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ, ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ചെയ്തേണ്ടിയിരുന്ന എന്താണ്? ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ അതിശക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് ഉടൻ നിങ്ങൾ നിർത്തണം. കാരണം ഈ F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നേരത്തെ കൊടുത്ത ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ട്രംപ് തന്നെ ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു $300 മില്യൺ ഈ F-16 യുദ്ധവിമാനങ്ങളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് നമ്മൾ കാണണം. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാൾ വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാജ്യമായ, നമ്മൾ പറയാറുണ്ടല്ലോ ഈ മോഡിയും ട്രംപും തമ്മിൽ വലിയ അടുത്ത ആത്മമിത്രങ്ങളാണെന്ന് പറയുന്നത്. എവിടെ പോയി ആത്മമിത്രം എന്നുള്ള വേറെ കാര്യം. അങ്ങനെയുള്ള ആത്മമിത്രം ചെയ്യേണ്ടിയിരുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ ഭീകരതയാണ് ചെയ്യുന്നത്, നിങ്ങളിത് തുടരാൻ പാടില്ല എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ അദ്ദേഹം ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ചെന്ന് കയ്യും കാലും പിടിച്ചപ്പോൾ ഇതിന് മധ്യസ്ഥം വഹിച്ചു എന്നുള്ളത് അതായത് വിളിച്ചു പറഞ്ഞു. പാകിസ്ഥാനെ വിളിച്ചു പറഞ്ഞു, ഇന്ത്യയെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ ഇരയാണ് ഇവിടെ. ഇന്ത്യ പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ ഇരയാണ്. ഈ ആക്രമണം തുടങ്ങി വെച്ചത് പാകിസ്ഥാനാണ്.
എന്നിട്ട് തുടങ്ങി പറയാൻ എന്താണ്, ഞാൻ ഇടപെട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു. നമ്മളാരുടെ പറഞ്ഞില്ല യുദ്ധം അവസാനിപ്പിക്കാൻ. നമുക്ക് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ അറിയില്ല. അതിനുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം എന്ന് മാത്രമാണ് ആദ്യത്തെ ട്വീറ്റാണ്. രണ്ടാമത്തെ ട്വീറ്റ് എന്താ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഞാൻ കച്ചവടം വ്യാപാരം നടത്താനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ വ്യാപാരം നടത്തൂ. ലോകത്തൊട്ടാകെ വ്യാപാര ചുങ്കം ഏർപ്പെടുത്തി ഈ ലോകത്തെ മുഴുക്ക സാമ്പത്തിക പ്രതിസന്ധിയിൽ, അമേരിക്കയെ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആക്കിയ ആളാണ് ഈ പറയുന്നത്, നിങ്ങൾ യുദ്ധം നിർത്തിക്കൊണ്ട് വന്നാൽ മതി, ഞങ്ങൾ ഉടനെ വ്യാപാരം തുടങ്ങാം. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ എന്ത് വ്യാപാരമാണ് ഉള്ളത്? ഒരു വ്യാപാരവും ഇല്ല. വളരെ വളരെ തുച്ഛമായ വ്യാപാരമാണുള്ളത്. ഇന്ത്യയുമായിട്ടാണ് വ്യാപാരം. ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഏർപ്പെടുത്തിയ ചുങ്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇതിലൂടെ അദ്ദേഹം വരുത്തിയ വളരെ വലിയ ഡാമേജുകളുണ്ട്. ആ ഡാമേജ് എന്തൊക്കെയാണ്? ഒന്ന്, അദ്ദേഹം ഞാൻ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, ഈ ആക്രമിച്ച പാകിസ്ഥാനെയും ആക്രമണത്തിന് വിധേയമായ ഇന്ത്യയും ഒരേ നിലയ്ക്ക് കാണുന്ന വളരെ തെറ്റായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അത് വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ഇവിടെ ആരാണ് അക്രമി പാകിസ്ഥാനാണ്. നമ്മളാരടുത്തും ആക്രമണത്തിന് പോയില്ല. നമ്മുടെ ആളുകളെ കടന്നു കയറി ആക്രമിച്ചതാണെന്ന് ഈ ഇന്ത്യയെക്കാൾ നന്നായിട്ട് അമേരിക്കയുടെ കയ്യിൽ വളരെ ഡോക്യുമെന്റഡ് ആണ് തെളിവുകളെല്ലാം. ഈ കളവ് പറയുന്നതിൽ പാകിസ്ഥാനെ വെല്ലാൻ ലോകത്ത് വേറൊരു രാജ്യവുമില്ലെന്ന് നമുക്കറിയാം. അബട്ടാബാദിലെ ബിൻ ലാദനെ പാർപ്പിച്ചുകൊണ്ട് പറയാണ്, ബിൻ ലാദൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് അമേരിക്ക, അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായ അമേരിക്കയോട് പറഞ്ഞ രാജ്യമാണ്. അപ്പൊ കളവ് പറയുന്നത് ഒരു കലയാക്കി വികസിപ്പിച്ചിട്ടുള്ള പാകിസ്ഥാന്റെ കാര്യത്തിൽ ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരത രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാനെയും ഈ ആക്രമണത്തിന് വിധേയമായ ഇന്ത്യയെയും തുല്യ നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അത് വളരെ 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 അപകടകരമായ ഒരു കാര്യമാണ്. ഒന്നാമത്തെ. രണ്ട്, ഇതിലൂടെ, അതായത് ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് ഒരു സമാധാനം ഉണ്ടാക്കിയതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു ചർച്ച നടത്തുന്നതിനുള്ളൊരു ചട്ടക്കൂട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം നിങ്ങൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലയിലേക്ക്, ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു, ഇനി നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, നമ്മൾ വളരെ നാളത്തെ പ്രവർത്തനത്തിന് ഫലമാണ് അന്തർദേശീയ തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഹൈഫണേറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വീണ്ടും ഈ പ്രശ്നത്തെ കൊണ്ടുവരികയും എന്ന് മാത്രമല്ല കാശ്മീരിനെ വീണ്ടും അന്തർദേശീയ തലത്തിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ നടക്കും. അതല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇറ്റ്സ് എ ബൈലാറ്ററൽ ഇഷ്യൂ. അങ്ങനെയുള്ളൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തെ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ, അതായത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ വീണ്ടും അന്തർദേശീയ വിഷയമാക്കി ഈ ട്രംപിന്റെ ഇത് മാറ്റി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മളെ സഹായിക്കേണ്ട ആള് സഹായിച്ചില്ലെന്ന് മാത്രമല്ല, നമുക്ക് വലിയ ദ്രോഹമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനത്തിലൂടെ ട്രംപ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോഴേ ഒരു കാര്യം, ഈ രണ്ടാം ഘട്ടത്തിൽ ട്രംപ് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയെ സംബന്ധിച്ച് വലിയ വ്യാപാര സാധ്യതയുള്ള പങ്കാളികളാണ്. അങ്ങനെ തന്നെ നമ്മൾ തന്നെ പറയണം, വ്യാപാര സാധ്യതയുള്ള പങ്കാളികളാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ വലിയ കമ്പോളങ്ങളിൽ രണ്ടെണ്ണമാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് അമേരിക്ക കാണുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അത് അമേരിക്കയെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ വലിയ വ്യാപാര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരു റിസഷനിലേക്ക് പോവുകയാണ് എന്നുള്ള തോന്നൽ അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വലിയ കമ്പോളങ്ങളിൽ കൂടെ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിസഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വളരെ വേഗം അമേരിക്കയിൽ എത്താൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ വളരെ വേഗം ട്രംപിന് മനസ്സിലാവും. ഇപ്പോൾ ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ലല്ലോ, ഒരു ബിസിനസ്മാൻ കൂടിയാണല്ലോ. അത് പെട്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ടുള്ള വളരെ സ്വിഫ്റ്റായിട്ടുള്ളൊരു ഇടപെടൽ അത് നടത്തിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ എന്തായാലും. അല്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിലുള്ള വ്യവസായി ഉണർന്നിരുന്നു എങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാമായിരുന്നല്ലോ. സംഘർഷം അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുമ്പോഴാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെടാം. ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ട്, ഇവിടെ കടന്നു കയറി ജാതി തിരിച്ച് മതം തിരിച്ച് ആളുകളെ കൊല്ലുന്നു, അത് പുരുഷന്മാരെ മാത്രം അവരുടെ ബന്ധുക്കളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൊന്നിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ സ്ഥിതി ഉണ്ടാക്കുമെന്ന് അറിയാൻ ഈ പാഴൂർ പടിവരെ പോകേണ്ട കാര്യമില്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പോലെ ഒരാളിന്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ തന്നെ ഇതിന് കാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനെ തടയുകയും ചെയ്തുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കാമായിരുന്നു. നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള രാജ്യമാണ് അമേരിക്കയെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, പല കാരണങ്ങളാൽ.
അതിപ്പോൾ ഞാൻ വിശദീകരിക്കാൻ തൽക്കാലം പോകുന്നില്ല. അപ്പൊ അങ്ങനെ അതായത് നമ്മുടെ പ്രവൃത്തി, ഞാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്, ആത്മമിത്രമാണ് എന്നൊരാൾ തോന്നിപ്പിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ആപൽ ഘട്ടങ്ങളിൽ നമ്മളുടെ സഹായിയായി വരുമ്പോഴാണ്. ഈ ആപൽ ഘട്ടങ്ങളിൽ നമ്മുടെ സഹായിയായിട്ട് വന്നോ അമേരിക്ക? വന്നില്ല. എന്ന് മാത്രമല്ല, ഈ ആക്രമണം നടത്തിയ പാകിസ്ഥാനെ ഈ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രക്ഷകനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. നമ്മളെ അതിലൂടെ ശിക്ഷിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിവിടെ എത്രയോ നാളത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ കാശ്മീർ വിഷയം നമ്മുടെ ആ പാകിസ്ഥാന്റെ എന്താണ് പറയുന്നത്, പാകിസ്ഥാനുമായി കൂട്ടിക്കെട്ടുന്നതിൽ നിന്നും നമ്മൾ മോചിപ്പിച്ച വിഷയമാണ്. അതാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇനി ഞങ്ങൾ ആരെങ്കിലുമായി സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾ ആരെങ്കിലുമായി സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ കാശ്മീർ വിഷയമല്ല സംസാരിക്കുക, പാകിസ്ഥാൻ അധീന കാശ്മീർ വിഷയവും ഭീകരതയും മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, ഈ കാശ്മീർ എന്ന് പറയുന്ന ഒരു വിഷയം അന്തർദേശീയ വിഷയമേ അല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. എന്ന് മാത്രമാണോ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഇടയ്ക്ക് കാശ്മീർ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ സംസാരിച്ചോളാം, വേറുള്ളവരാരും അതിനകത്ത് ഇടപെടേണ്ട. അതുപോലെ ഇപ്പൊ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്ന വിഷയമല്ല ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പാകിസ്ഥാൻ അധീന കാശ്മീരിനെ കുറിച്ച് മാത്രമേ ഇനി സംസാരിക്കേണ്ടതുള്ളൂ എന്ന് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അതിർത്തി തർക്കമുണ്ട്, അത് വേറെ മധ്യസ്ഥ ശ്രമത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം നമ്മൾ പറയും, നമ്മുടെ ഒരു വളരെ കൃത്യമായ നിലപാടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന നിലപാടെടുത്തിരിക്കുന്ന ആ നിലപാടിനെ അട്ടിമറിക്കുന്ന, വീണ്ടും കാശ്മീർ വിഷയത്തെ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന, അതിലൂടെ പാകിസ്ഥാന് ബഹുമാനം നൽകുന്ന, പാകിസ്ഥാൻ നിലപാടുകൾക്ക് അംഗീകാരം നൽകുന്ന അപകടകരമായ അപക്വമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മാർക്കറ്റേ അല്ല. പാകിസ്ഥാന്റെ സാമ്പത്തിക നില വളരെ വളരെ ദുർബലമാണ്. അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം വളരെ വളരെ കുറവാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന രാജ്യമാണ്. അത് ഇന്ത്യയുടെ കാര്യത്തിൽ അതല്ല. ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഈ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ചൈന ഉൾപ്പെടെ, നമ്മളോട് അത്ര മെച്ചപ്പെട്ട ബന്ധമല്ലായിരുന്ന ചൈന ഉൾപ്പെടെ ഈ സംഭവത്തെ അപലപിക്കുകയും ഇന്ത്യയോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും വന്നു. അതിന്റെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇന്ന് അവഗണിക്കാവുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് തന്നെയാണ്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് എന്നുള്ളതാണ് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇന്ത്യയോട് അട്രാക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം അതാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നല്ല മാർക്കറ്റാണ്. മാർക്കറ്റിനേക്കാൾ ഉപരി അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. ആ ചൈനയെ വാസ്തവത്തിൽ ഏഷ്യയിലും ലോകത്തൊട്ടാകെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ അമേരിക്കൻ അജണ്ടകൾ ലോകത്ത് നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് ഏഷ്യയിൽ നടപ്പിലാക്കാൻ ഏറ്റവും അധികം ശേഷിയുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഇന്ത്യയെ സഹായിക്കുക മാത്രമല്ല, ആ പ്രതിസന്ധി ഉണ്ടാക്കിയ ആളിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന നടപടിയത്. അപ്പോൾ മാർക്കറ്റ്, തീർച്ചയായിട്ടും മാർക്കറ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതാണ്. പക്ഷേ അങ്ങനെ മാർക്കറ്റ് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും നമുക്കെതിരെ എന്താ അദ്ദേഹം ചെയ്തത്? നമുക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി, നമ്മുടെ അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തി, അങ്ങനെ നമ്മളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാവോ ആ തരത്തിലെല്ലാം ചെയ്തയാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഞാൻ ലോകത്തിന്റെ അധിപതിയാണ് എന്ന് കാണിക്കണം എന്ന് മാത്രം. മറ്റൊന്ന്, ഞാൻ അമേരിക്കയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾ. ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പറയും സീറോ സം ഗെയിം, നേട്ടം എനിക്ക് മാത്രം, കോട്ടം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും. ഈ നയം സ്വീകരിക്കുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇവിടെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലല്ല, അത് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മാത്രമല്ല. റൈറ്റ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇടപെട്ടു എന്ന്, ഇപ്പം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പല രാജ്യങ്ങളും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ടാക്ടിക്കലായി അവരത് പുറത്ത് പറയാതിരിക്കുകയും ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും ഒക്കെയാണ് സാധാരണ പതിവ്. അതിപ്പോൾ അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ ഒരു എന്താ പറയുക, നയതന്ത്ര പക്വതയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചെയ്യും. ഇവിടെ അത് പരസ്യമായി പറയുക വഴി ഒരുപക്ഷെ ഇന്ത്യ ഒരു ട്രാപ്പിലാക്കിയിരിക്കുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ ഗവേൺ ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ ഒരു ട്രാപ്പിലേക്ക് തള്ളിയിടുകയാണ് ട്രംപ് ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, അത് അവിടെ നമ്മൾ ഇന്നലെ വാസ്തവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തോടായിട്ടുള്ള പ്രസംഗം നമ്മളെല്ലാം കേട്ടു. അവിടെ വാസ്തവത്തിൽ അദ്ദേഹം ഒരു കാര്യമെങ്കിലും പറയണമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞത്, ഞങ്ങൾ ഇനി ഭീകരതയെ നടത്തുന്ന ആളുകളെ, ഭീകരാക്രമണത്തെ യുദ്ധമായി കാണും എന്നുള്ളത് അത് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഈ ഭീകരവാദം സംബന്ധിച്ച് പാക് അധിനിവേശ കാശ്മീർ സംബന്ധിച്ച് മാത്രമേ ഇനി ചർച്ചയുള്ളൂ. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഭീകരവാദികളെയും അവരുടെ സ്പോൺസർമാരെയും അത് പാകിസ്ഥാൻ രാഷ്ട്രമായാൽ പോലും ഭീകരരായേ കണക്കാക്കൂ. അദ്ദേഹം പിന്നെ പറഞ്ഞത് അവസാനത്തെ കാര്യം, ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ ഇനി മുതൽ യുദ്ധമായി പരിഗണിച്ചായിരിക്കും നടപടിയെടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അദ്ദേഹം പറയും. എന്ന് പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഇത്തരം നിലപാടിൽ ഒരു പുതിയ മുഖം ആണ് നമ്മൾ കാണുന്നത്, ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ് കാണുന്നത്. നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രഖ്യാപനത്തോട് പറഞ്ഞു. അവിടെ അദ്ദേഹം പറയേണ്ടിയിരുന്ന ഒരു കാര്യം, ഈ നിലപാടുമായി അദ്ദേഹത്തിന് ഒത്തുപോകാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇതായിരുന്നു: ഞങ്ങൾക്ക് ഈ കാശ്മീർ വിഷയത്തിലോ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ വിഷയത്തിലോ മൂന്നാമതൊരാളുടെ, അമേരിക്കയുടെ പേര് പോലും പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് പല സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയ്യും കാലും ബന്ധിച്ച് ഇവിടെ അയച്ചപ്പോൾ നമ്മൾ അമേരിക്കക്കെതിരെ ഒരു ശബ്ദവും ഉരിയാടിയിട്ടില്ല. നമുക്കെന്തോ അതെനിക്ക് തോന്നുന്നത് ഒരു ഭയം ഉണ്ടാവാം, അമേരിക്കൻ പ്രസിഡന്റ് എന്നെ നമ്മൾ വിമർശിച്ച എന്തെങ്കിലും കുഴപ്പം പറ്റിപ്പോകുന്നുള്ള ഭയം ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായി പ്രതികരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഈ അമേരിക്കൻ പ്രസിഡന്റിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയേണ്ടിയിരുന്നു, അത് അന്തർദേശീയ സമൂഹത്തിന് തന്നെ ഒരു മെസ്സേജ് ആകുമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ മൂന്നാമതൊരാളിന്റെ ഇടപെടൽ ആവശ്യമില്ല എന്ന് അതിശക്തമായി അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ആ തരത്തിൽ നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് അംഗീകരിക്കാവുന്ന ഒരു പ്രസംഗമായി മാറിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നമ്മൾ പിന്നെ ഒരു അതിശക്തമായ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ എടുക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പറയേണ്ടത് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ ധീരനാണ്, ശക്തനാണ്, എന്നാൽ ആഗോള നേതാവാണ്, വിശ്വഗുരുവാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? റൈറ്റ്. അവിടെ ഒരു മൗനം, അത് ഇന്നലത്തെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അവിടെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനുമായിട്ട് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള നിലപാട്. അത് ഇപ്പോൾ ഷിംല അഗ്രിമെൻറ്റിന് ശേഷം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പറയാതെ പോകുമ്പോൾ അവിടെ ചില സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന ബന്ധം, ട്രംപിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്, ട്രംപിൻ്റെ അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അവിടെ പോയി പ്രസംഗിച്ച്, ഇങ്ങനെ പല പല കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം അവിടെ നിൽക്കുന്നത്, എന്തുകൊണ്ട് ഇത് പറയാതെ പോകുന്നു എന്നുള്ള സന്ദേഹം. അല്ലെ, നമ്മൾ കാണേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ട്രംപിനോട് നമുക്ക് സ്നേഹമുണ്ട്. ഇല്ല, നമ്മൾ പറഞ്ഞില്ല അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്നൊക്കെ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ടേ സ്നേഹമുള്ളൂ, അദ്ദേഹത്തിന് ഇങ്ങോട്ട് സ്നേഹമില്ല. അദ്ദേഹം സ്നേഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, അദ്ദേഹം അമേരിക്കയെ അദ്ദേഹത്തെയും മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, ലോകത്താരെയും അദ്ദേഹം സ്നേഹിക്കുന്നില്ല. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കപ്പെടണ്ടേ? ആ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ലല്ലോ ഒരു സ്ഥലത്തും എന്ന് മാത്രമാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. വേറെ ആരും ഇത്രയും ദ്രോഹിച്ചിട്ടില്ല. നമുക്കെതിരെ നമ്മളെ പരസ്യമായി ആക്ഷേപിക്കുക, ഈ ചുങ്കരാജാവാണ് ഇന്ത്യ, ഈ ഇന്ത്യയിലെ ശുദ്ധജലമോ ശുദ്ധ വായുവോ ഇല്ല എന്ന് മാത്രമല്ല, ഇവര് പിന്നെ എന്താ പറയുന്ന നമ്മളെ GSP എന്ന് പറയുന്ന ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് ചുങ്കം അന്ന് തന്നെ അല്ലാതെ തന്നെ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താണ് വികസിത രാജ്യം എന്ന പട്ടികപ്പെടുത്തി, വികസ്വര രാജ്യം, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന പട്ടികയിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ ഉൾപ്പെടെ ലഭിക്കുമായിരുന്നു. അത് വെട്ടി അദ്ദേഹം നമ്മളെ വികസിത രാജ്യമാക്കി മാറ്റി. അങ്ങനെ അതായത് അദ്ദേഹത്തിന്റെ ഒന്നാം ട്രംപ് ഭരണകാലത്ത് നമ്മളെ എല്ലാ തരത്തിലും ഇങ്ങനെ ദ്രോഹിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെന്താണ് വോട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചു. അതൊക്കെ പോയിക്കോട്ടെ, അത് രാഷ്ട്രീയമായിരിക്കാം. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഈ ട്രംപ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ പിന്നെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്? ഇപ്പോൾ അദ്ദേഹം ആ സ്നേഹം പ്രകടിപ്പിച്ചോ? ഇപ്പോഴും അദ്ദേഹം ആ സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ ഉപദ്രവിച്ച പാകിസ്ഥാന് പിന്നെ ആയുധങ്ങൾ നേരത്തെ കൊടുക്കുന്നത് പോട്ടെ, ഈ പിടിച്ചോണ്ട് ഈ സംഘർഷത്തിൽ നിന്ന് പിടിച്ചോണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതല്ലേ നമ്മൾ കാണിച്ചു. ഇന്നും ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയണം. ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വാസ്തവത്തിൽ പരാമർശിക്കേണ്ടിരുന്ന ഒരു കാര്യം അത് നമ്മുടെ വിക്രം മിശ്രി എന്ന് പറയുന്ന പിന്നെ ഫോറിൻ സെക്രട്ടറിക്കെതിരായി നടക്കുന്ന സാമൂഹ്യ മാധ്യമത്തിൽ നടക്കുന്ന ആക്രമണമാണ്. അദ്ദേഹം അതായത് ഇന്ത്യ ഗവൺമെന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, സേനാ നായകന്മാർ മുതലായവർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ലോക സമക്ഷം അവതരിപ്പിക്കുന്ന, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരുടെയോ പ്രതിനിധിയായി നിൽക്കുന്നയാളാണ് അദ്ദേഹം.
അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അതിരൂക്ഷമായി ഒരു വിഭാഗം ആളുകൾ വന്ന് വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. ഇവിടെ വാസ്തവത്തിൽ ആരാണ് അദ്ദേഹം? ഈ വിക്രം മിശ്രി എന്ന് പറയുന്ന വ്യക്തിയാണോ? വിക്രം മിശ്രിയുടെ കുടുംബകാര്യമാണോ അദ്ദേഹം പറഞ്ഞത്? വിക്രം മിശ്രിയുടെ കുടുംബകാര്യമോ വിക്രം മിശ്രി വ്യക്തിയുള്ള നിലയ്ക്കോ അല്ല വന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്ന് നടത്തിയ പ്രസ്താവന, അദ്ദേഹം നടത്തിയ ലോകത്തിന് വേണ്ടി നടത്തിയ പ്രസ്താവനകളെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിക്കുന്ന തരത്തിൽ ആക്രമണം നടത്തി. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, നമ്മളെ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇവിടെ വാസ്തവത്തിൽ എന്താ നമ്മൾ ആ വിക്രം മിശ്രയുടെ ആക്രമണത്തിൽ കാണുന്നത്? വിക്രം മിശ്രയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വാസ്തവത്തിൽ ചെന്ന് തറയ്ക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും സേനാ നായകന്മാരുടെയും നെഞ്ചത്തല്ലേ? വിക്രം മിശ്രി അല്ലല്ലോ തീരുമാനങ്ങളൊന്നും എടുത്തത്. അപ്പൊ അങ്ങനെ അത്രയും അപക്വമായ അപകടകരമായ തരത്തിലൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്, ഒരുതരം യുദ്ധവെറിയന്മാരായി ഉള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അതായത് ഇന്ത്യ ഒന്നായി നിൽക്കുമ്പോൾ, ഇന്ത്യ നല്ല കനത്ത തിരിച്ചടി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതൊന്നും പോരാ, ഈ രാജ്യം മുഴുക്ക പിടിച്ചടക്കി കളയണം എന്ന് പറയുന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത യുദ്ധവെറിയന്മാർ മാത്രം സ്വീകരിക്കുന്ന നിലപാടിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിനിധിയെ ആക്ഷേപിക്കുമ്പോൾ അവർ മനസ്സിലാകാതെ പോകുന്ന കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന കിരാത നടപടിയാണ് അവരത് ചെയ്യുന്നത് അതിലൂടെ. റൈറ്റ്. എന്തായാലും ഞാൻ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇതേ സാഹചര്യത്തിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ അമേരിക്കയും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിലുള്ള വ്യാപാര യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ചൈനയ്ക്ക് മേൽ ചുമത്തിയ വലിയ ചുങ്കത്തിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോകുന്നു. 115% ചുങ്കം പിൻവലിക്കാമെന്ന് പറയുന്നു. അത് 30% എത്തിക്കുന്നു. ഇതിന് ബദലായിട്ട് ചൈന പ്രഖ്യാപിച്ച അധിക ചുങ്കം ചൈനയും പിൻവലിക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 10% ചുരുക്കാമെന്ന് അവർ പറയുന്നു. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ഈ അമേരിക്കൻ ചൈന മറ്റ് രാജ്യങ്ങൾക്കിടയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചുങ്ക കൂട്ടലും ചുങ്കയുദ്ധവുമൊക്കെ ഒരുപക്ഷെ ചുരുങ്ങാനുള്ളൊരു സാധ്യത ആണ്. പക്ഷേ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചുങ്കയുദ്ധം അത്ര എളുപ്പം തീരും എന്നാരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ഇതിനകത്തൊരു ധാരണ ഉണ്ടാകുന്നു. ഇത് ഡയറക്റ്റ്ലി ഈ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? കാരണം ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയും പാകിസ്ഥാനും ഒരു കമ്പോളമാണ്. ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ടോ? അല്ല, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഉള്ള വിശകലനത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, അദ്ദേഹം ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ബോബ് വുഡ്വാർഡ് എഴുതിയ പുസ്തകത്തിലൊക്കെ, ഫിയർ എന്ന പുസ്തകത്തിലും വാർ എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആര് പറയുന്നു അദ്ദേഹം കേൾക്കില്ല. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് തീരുമാനങ്ങൾ. അത് അതിശക്തമായി, അതായത് ഒന്നാം ട്രംപ് ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആൾക്കാർ പറയുന്നത് there were adults in his cabinet എന്നാ, അതായത് പ്രായപൂർത്തി വന്നവർ, പക്വത വന്നവർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റെക്സ് ടില്ലേഴ്സിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന്റെ ജിം മാറ്റിസിനെ പോലെയുള്ള ആളുകൾ, സേനാ നായകന്മാർ, അങ്ങനെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ ഓരോവിധ തോന്നുന്ന തീരുമാനങ്ങളെ എല്ലാം വ്യക്തമായി കാര്യകാരണ സഹിതം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചെന്താ, അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ആ ഒന്നാം ട്രംപ് ഭരണകാലത്ത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ള കണക്കിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ഭരണകാലത്ത് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ഹോംവർക്കുകൾ ചെയ്ത്, ഞാൻ പറയുന്നത് ഈ ശിരസാ വഹിക്കുന്ന, വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആളുകളെയാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ആളുകളെയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഓരോ കൊള്ളരുതാത്ത തീരുമാനങ്ങൾ, അമേരിക്കയ്ക്ക് തന്നെ ദ്രോഹകരമാകുന്ന തീരുമാനങ്ങളെ ചെറുക്കാൻ, ഈ സ്കോട്ട് ബെസന്റ് എന്നൊക്കെ പറയുന്ന ട്രഷറി സെക്രട്ടറി, വലിയ പ്രൊഫസറും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഒരുപാട് അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങളെ നയിച്ചിട്ടുള്ള ആളുമാണ്. ആ സ്കോട്ട് ബെസന്റിനെ പോലും അദ്ദേഹം പറയുന്ന പോലും ശ്രവിക്കാതെ അവസാനം ട്രംപ് പറയുന്നതിനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വരുന്ന ആളായി മാറി സ്കോട്ട് ബെസന്റ് പോലും. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയുള്ള ഈ സ്വന്തം താല്പര്യപ്രകാരം എടുത്ത ഒരു തീരുമാനമാണ് ഈ
താരിഫാണ്, ഇറക്കുമതി ചുങ്കം ചുമത്തുക എന്നുള്ളതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഏക പരിഹാരം എന്ന ഒരു അബദ്ധജടിലമായ തീരുമാനത്തിലേക്ക് നമ്മളിവിടെ പലതവണ സംസാരിച്ചിട്ടുള്ളതാണത്. അത് ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊട്ടാകെ ഒരു വിവരമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോലും ഈ നടപടി പിന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ പീറ്റർ നവാരെ പോലെയുള്ള ആളുകളാണ് ഉപദേശമാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കറിയാം നൊബേൽ സമ്മാനം നേടിയ പിന്നെ ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ് തെറ്റാണെന്ന് പറഞ്ഞു, നൊബേൽ സമ്മാനം നേടിയ പോൾ ക്രക്മാൻ തെറ്റാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞരായിട്ടുള്ള ജിം ഒനീലിനെ പോലെയുള്ള ആളുകൾ തെറ്റാണെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് നമ്മുടെ ജെഫ്രി സാക്സിനെ പോലെയുള്ള ആളുകൾ തെറ്റാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ഫ്രീഡ്മാനെ പോലുള്ള ഒരു ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അതായത് അമേരിക്കൻ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ഇതിനെ സംബന്ധിച്ച് അല്പമെങ്കിലും തലയിൽ ആളുവാസമുള്ള ആളുകളെല്ലാം പറഞ്ഞു ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ പോകുന്നതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അദ്ദേഹം അതിന് പിന്മാറിയില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് പിന്മാറിയത്? ഇപ്പോ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയുമായി തർക്കം പരിഹരിച്ചുകൊണ്ട് പിന്നെ ചുങ്കം കുറയ്ക്കാൻ നിർബന്ധമായതുകൊണ്ടാണ് അമേരിക്കയിലെ ഈ വലിയ മോളുകളിൽ, വാൾമാർട്ട് പോലെയുള്ള മാളുകളിൽ ഒന്നും അവിടുത്തെ ഷെൽഫിൽ സാധനമില്ല. ജനങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സാധനം വാങ്ങിക്കാൻ പറ്റാത്ത മാത്രമാണോ, അവിടെ ഉള്ള സാധനങ്ങൾക്ക് ഭയങ്കരമായി വിലയും കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഒന്ന് വിലക്കയറ്റം അതിശക്തമായി മാറുന്നു, ആളുകൾക്ക് സാധനം ലഭ്യമാകുന്നില്ല. കാരണം ചൈനയിൽ നിന്ന് വരുന്നവയാണ് കൂടുതലും അമേരിക്കൻ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന സാധനങ്ങൾ. അത് വാങ്ങിക്കാൻ ഇല്ലാതെ വന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് ആകെ പ്രശ്നമായി. ചൈന പറഞ്ഞു എത്ര കാലം വേണമെങ്കിലും ഈ ചുങ്കവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എപ്പോഴാണ് തയ്യാറായി വരുന്നത് അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണ്, ചൈനയ്ക്ക് നല്ലതുപോലെ അറിയാം അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. അമേരിക്കൻ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഈ ഏർപ്പെടുത്തുന്ന ട്രംപിന്റെ പാർട്ടിയിലുള്ള ആളുകൾ 2 വർഷം കഴിയുമ്പോൾ, ഇനി 2 വർഷം ഇല്ല, ഒരു 10-20 മാസം ഇല്ല, കഴിയുമ്പോൾ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടവരാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒപ്പീനിയൻ പോൾസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പീനിയൻ പോൾസിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്ത് ഇത്ര പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റ് ട്രംപ് അല്ലാതെ വേറെ ആരുമില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പല തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി ഉണ്ടായി, വലിയ തിരിച്ചടി ഉണ്ടായി. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച പലയിടങ്ങളിലും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ അസംതൃപ്തി. അതായത് ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ മാഗ മൂവ്മെന്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന ആളുകൾ പോലും ഇദ്ദേഹത്തിന്റെ USAID ഈ നിർത്തലാക്കിയതിലൂടെ ജോലി നഷ്ടപ്പെട്ടു, ആയിരങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവർ, വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ വരുന്ന ആളുകൾ, അതുകൊണ്ട് വളരെ വലിയ അസംതൃപ്തി അമേരിക്കയിൽ വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ മനസ്സിലായ അദ്ദേഹത്തിന് ഈ ചൈനയെ പോലുള്ള രാജ്യവുമായിട്ട് ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ശേഷി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോഴില്ല, അമേരിക്കൻ വാണിജ്യ വ്യവസ്ഥയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് അതായത് ഈ സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്ന സാധനം വളരെ വലിയ ശൃംഖലയാണ്. ആ ശൃംഖല എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടായതല്ല, 10-30 വർഷം കൊണ്ട് ചൈന വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണത്. അതിനെയൊക്കെ പെട്ടെന്ന് അട്ടിമറിച്ചുകൊണ്ട് മാനുഫാക്ചറിങ്, ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു ഇത് പിന്നെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് വ്യവസായങ്ങളെല്ലാം അമേരിക്കയിൽ വരും. മാനുഫാക്ചറിങ് വ്യവസായം വരുന്നതിന് എത്ര വർഷം എടുക്കും ഒരു രാജ്യത്ത്? എന്ന് മാത്രമല്ല ഈ അമേരിക്കയിലെ വലിയ ശമ്പളം കൊടുത്ത് അമേരിക്കയിലെ നിയമങ്ങൾ പിന്നെ വെച്ചുകൊണ്ട് ആരെങ്കിലും പൈസ മുടക്കാൻ അവിടെ മുടക്കാൻ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെ അതായത് ഇങ്ങനെയുള്ള യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത നിലപാടുകളിലൂടെ അത് എന്തുകൊണ്ട് നമ്മൾ കാനഡയിലെ ഒരു കാര്യം എടുത്ത് നോക്കൂ. ട്രംപ് വന്നതുകൊണ്ട് മാത്രം അവിടുത്തെ ഒരു ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. ട്രംപ് പിന്നെ കാനഡയ്ക്കെതിരായിട്ടുള്ള ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് പിന്നെ പുതിയതായിട്ട് അധികാരം ഏറ്റെടുത്ത കാർണി അതിശക്തമായി ട്രംപിനെ എതിർത്തുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. നേരത്തെ പിന്നെ ട്രൂഡോയുടെ പാർട്ടി, ആ ട്രൂഡോയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. ആ ട്രൂഡോയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടുമെന്ന് പറഞ്ഞ പിന്നെ സാഹചര്യത്തിൽ കാർണി എന്ന് പറയുന്ന ഈ ട്രൂഡോയുടെ പാർട്ടിക്കാരായിട്ടുള്ള ആള് അധികാരത്തിൽ വന്ന് ട്രംപിനെതിരെ അതിശക്തമായ നിലപാടെടുത്തോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? കാർണിയുടെ പാർട്ടി ജയിക്കുകയും ട്രംപ് പിന്തുണച്ചിരുന്ന ആള് തെരഞ്ഞെടുപ്പിൽ തോറ്റു, അയാളുടെ മണ്ഡലത്തിൽ പോലും തോറ്റുപോയി എന്ന് മാത്രമാണോ? ഓസ്ട്രേലിയയിൽ നോക്കൂ, ഓസ്ട്രേലിയയിലും ഈ അവിടുത്തെ ലേബർ പാർട്ടി ആന്റണി അൽബനീസിന്റെ പാർട്ടി ജയിക്കുന്നതിന്റെ ഒരു കാരണം ട്രംപാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രംപിനെ ആരൊക്കെ അനുകൂലിച്ചോ അവരൊക്കെ തോറ്റു ലോകത്തൊട്ടാകെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലെ ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ നയങ്ങൾ അന്തർദേശീയ തലത്തിൽ പിന്നെ അമേരിക്കയിലും ഉൾപ്പെടെ വളരെ വലിയ തെറ്റാണ് എന്ന് സമ്മതിക്കാത്തവരായിട്ട് ആരുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യക്ക് ദ്രോഹകരമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു, ലോക രാജ്യങ്ങൾക്കെതിരെ ദ്രോഹകരമായ നിലപാടെടുത്തിരിക്കുന്നു. ചൈനയോട് എടുത്ത നിലപാട്, ചൈനയെ പിന്നെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
അമേരിക്കയിലെ കൺസ്യൂമേഴ്സിന് ഉൽപ്പന്നങ്ങൾ ലഭിക്കില്ല, വിലക്കയറ്റം ഉണ്ടാകും, ജനങ്ങൾ ഭരണകൂടത്തിനെതിരാകും, അത് തിരിഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ വ്യാപാര കരാറിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് 90 ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് 115% ചുങ്കം രണ്ട് കൂട്ടരും കുറയ്ക്കാനായിട്ട് കാരണം അതാണ്. റൈറ്റ്. എന്തായാലും വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആൻ്റണി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. ഇന്ത്യ പാക് സംഘർഷത്തിലൊരു വലിയ അയവുണ്ടായിരിക്കുന്നു, അപ്പുറത്ത് ചുങ്കപ്പോരിലും വലിയ അയവുണ്ടായിരിക്കുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സിലും, രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളിലും ഒരു പ്രധാന റോളുണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക്. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ഒരു റോളുണ്ട്. അത് ഏത് വിധത്തിലാണ് നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളെ ബാധിക്കാൻ ഇടയുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രൊഫസർ ജോസഫ് ആൻ്റണി. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.